ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നെത്തോലി മീൻ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തീയൽ. നെത്തോലി, കൊഴുവ എന്നൊക്കെ പേരിൽ ഇതറിയപ്പെടുന്നു. നെത്തോലി മീൻ വെച്ച് എങ്ങനെ ഈസിയും ടേസ്റ്റിയുമായിട്ട് തീയൽ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ നമ്മുടെ റൂബീസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. നെത്തോലി മീൻ കൊണ്ടുള്ള തീയലിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെത്തോലി 1/2 കിലോ, ചെറിയ ഉള്ളി 20 തൊട്ട് 25 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ 1 എണ്ണം കട്ട് ചെയ്തത്, പച്ചമുളക് 2 എണ്ണം നെടുക്കി കീറിയത്, കറിവേപ്പില 2 തണ്ട്, നാളികേരം 1 കപ്പ്, നല്ല മൂത്ത നാളികേരമാണ് നമുക്ക് തീയലിന് നല്ലത്, മുളക് 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പുളി 1 നെല്ലിക്ക വലിപ്പം പുളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കറുത്ത പുളിയാണ് നമുക്ക് തീയലിന് കുറച്ചുകൂടി നല്ലത്. മറ്റേ പുളി ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടുതൽ നല്ലത് ഭംഗി കാണാനും ഒക്കെ കറുത്ത പുളിയാണ്. ആദ്യം തീയലിനുള്ളത് നമുക്ക് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നാളികേരം ഇട്ട് നന്നായി വറുത്തെടുക്കാം. തീയലിന് നാളികേരം എടുക്കുമ്പോൾ വളരെ ചെറുതായി വേണം തിരുമിയെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ തിരുമിയ ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതിയാകും. കാരണം വറുത്തെടുക്കുമ്പോൾ ചെറിയ പോർഷൻസ് പെട്ടെന്ന് കരിയും, വലുത് നന്നായിട്ട് മൂത്ത് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരേ ഫോർമാറ്റിൽ ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ വറുത്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നാളികേരമെല്ലാം നല്ല ബ്രൗൺ നിറമായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് ഒന്ന് മണം മാറി വരുന്നത് വരെ വറുത്തെടുക്കാം. അതുപോലെ തന്നെ മസാലകൾ ആഡ് ചെയ്യുമ്പോൾ തീ സിമ്മിലേ വയ്ക്കാവൂ, കാരണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് പുളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വറവൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കിനി തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ട്രഡീഷണൽ വിഭവങ്ങൾക്ക് സോതേറാൻ വെളിച്ചെണ്ണയാണ് നല്ലത്. അതുപോലെ തന്നെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് വഴറ്റാം. ഇതൊന്ന് നന്നായി വെന്തുടഞ്ഞ് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ വറുത്ത് വച്ചിരിക്കുന്നതിനെ ഇട്ട് കൊടുക്കാം. ശേഷം അല്പം വെള്ളവും ഒഴിച്ചു കൊടുക്കാം. തീയലിന് അരയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളം കുറച്ച് മാത്രം ഒഴിച്ച് അരയ്ക്കാവൂ. അതാണ് തീയലിന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്കിതിനെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തീയലിനുള്ള തക്കാളി എല്ലാം നല്ല വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പിനെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് അല്പം ഒന്ന് തിളക്കട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന നെത്തോലിയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5-10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നെത്തോലിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ നെത്തോലിയെല്ലാം നല്ല രീതിയിൽ വെന്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അരപ്പെല്ലാം കുറുകി നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വറവ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക്
കടുകിട്ട് പൊട്ടിക്കാം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ശേഷം ഇതിനെ നമ്മുടെ നെത്തോലി തീയലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നെത്തോലി തീയൽ തയ്യാറായി കഴിഞ്ഞു. ഇനി ചൂട് ചോറിൻ്റെ കൂടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷ് ആക്കാവുന്നതാണ്. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള നെത്തോലി തീയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. കൂടെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിച്ചു കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.